ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ടെക്നിക്കൽ എക്സാംസ്. ഞാൻ പ്രശാന്ത്. ജൂൺ മാസത്തെ കലണ്ടർ PS പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരുപാട് അവസരങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുമായിട്ടാണ് പരീക്ഷകൾ വരുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അതിൻ്റെ സിലബസ് അനാലിസിസ് കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാറ്റഗറി നമ്പർ, പോസ്റ്റ്, അതേപോലെ തന്നെ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ആൻഡ് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പരീക്ഷകൾ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ആദ്യത്തെ കാറ്റഗറി നമ്പർ 272/2020 ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ. ഏകദേശം 12,042 പേരാണ് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 411/2022 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആണ്. 623 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. 412/2020 അതേ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തന്നെയാണ്. 64 പേരാണ് അതിലുള്ളത് കേട്ടോ. ആൻഡ് ദെൻ പ്ലാന്റ് എഞ്ചിനീയർ 1558 പേര്. കാറ്റഗറി നമ്പർ 514/2021. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 254/2022 ആണ്. സീനിയർ ഡ്രില്ലർ 9170 പേരാണ് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ പർച്ചേസ് അസിസ്റ്റന്റ് 6779 പേരാണ്. കാറ്റഗറി നമ്പർ 314/2022. ഫോർമൻ ഏകദേശം 10,827 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. 404/2022. ആൻഡ് ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ 19,897 പേര്. 670/2022 ആണ്. അപ്പോൾ ഇതിൽ 8 പരീക്ഷകളുണ്ട്. ഈ 8 പരീക്ഷയ്ക്കും കൂടിയിട്ട് ഒരൊറ്റ സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ജൂൺ 9-ാം തീയതിയാണ് ഇതിൻ്റെ പരീക്ഷ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ സിലബസ് അനാലിസിസിലേക്ക് ഒന്ന് പോയി നോക്കാം. യെസ്, സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 10 മൊഡ്യൂൾ 10 മാർക്കായിട്ടാണ് സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. നമുക്കറിയാം PSCയുടെ ഏത് പരീക്ഷ, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പരീക്ഷ എടുത്താലും ഫ്ലൂയിഡ് മെക്കാനിക്സ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ തന്നെ തുടക്കത്തിൽ ഡെഫിനിഷൻ ഓഫ് ഫ്ലൂയിഡ്സും പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും അതേപോലെ തന്നെ ഫ്ലോ ത്രൂ ഒറിഫസസ്, ഫ്ലോ ത്രൂ പൈപ്പുകൾ, അതിൽ തന്നെ മൈനർ ലോസും മേജർ ലോസും അതുമായി ബന്ധപ്പെട്ട് ഡാർസീസ് വേബാഗ് ഇക്വേഷനും ചെസ്സിസ് ഫോർമുല എല്ലാം നമ്മൾ പഠിക്കാനുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ തുടർച്ച ഒന്നോണം ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. ഇതിലാണ് നമ്മൾ പമ്പുകളും അതേപോലെ തന്നെ ടർബൈൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സിലബസിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതും 10 മാർക്കിനാണ്. അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്. മൊഡ്യൂൾ 3 തെർമോഡൈനാമിക്സ് ആണ്. വീണ്ടും 10 മാർക്കിനാണ് തെർമോഡൈനാമിക്സ് ഉള്ളത്. തെർമോഡൈനാമിക്സ് നമുക്കറിയാം, സിസ്റ്റം, അതേപോലെ തന്നെ സിസ്റ്റം സറൗണ്ടിങ്, ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. അത് കഴിഞ്ഞ് വരുന്നതാണ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസിൽ തന്നെ ഇൻറ്റൻസീവും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും. പിന്നീട് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതേപോലെ തന്നെ 0th ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ആ കാര്യങ്ങളും ഗ്യാസ് ലോയും എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സ് 10 മാർക്കിന്. വീണ്ടും 10 മാർക്കിന് വരുന്നു തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. മൊഡ്യൂൾ 4-ലാണ് ഇത് പറയുന്നത്. ഫ്യൂവൽസിനെ പറ്റിയിട്ടുള്ള ഫ്യൂവൽസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്, കലോറിഫിക് വാല്യൂ തന്നെ ലോവർ കലോറിഫിക് വാല്യൂം അപ്പർ കലോറിഫിക് വാല്യൂം. അത് കണ്ടുപിടിക്കാനുള്ള കുറേ ഇൻസ്ട്രുമെന്റ്സ്, മെത്തേഡുകൾ അതൊക്കെ പഠിക്കാനുണ്ട്. റാങ്കൈൻ സൈക്കിളും ബേർട്ടൺ സൈക്കിളും ഒക്കെ ഉണ്ട്. കാരണം സ്റ്റീം ടർബൈൻ അവിടെ നമ്മൾ വരുന്നുണ്ട് പഠിക്കാൻ. ഇത് മൊഡ്യൂൾ 4-ലെ 10 മാർക്കിന് വരുന്ന ഭാഗങ്ങളാണ്. ആൻഡ് ദെൻ മൊഡ്യൂൾ 5-ലാണ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. നമുക്കറിയാം SM ഇതേപോലെ തന്നെ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ഇതിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്, മൂവ്മെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതുപോലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ തെർമൽ സ്ട്രെസ്സുകളും അതേപോലെ തന്നെ ടോർഷൻ ഓഫ് ഷാഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ 5-ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ. 6-ാമത്തെ മൊഡ്യൂളിലേക്ക് ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അലോയ് മെറ്റീരിയൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മൊഡ്യൂൾ 6-ൽ പഠിക്കാനുണ്ട്. കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ പഠിക്കണം. ഇതാണ് മൊഡ്യൂൾ 6. മൊഡ്യൂൾ 7-ലേക്ക്
മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ്. ഇവിടെയാണ് എലിമെന്ററി ഐഡിയാസ് അബൌട്ട് വേരിയസ് ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസസ്. അതിലാണ് കാർപെൻട്രി, ഫൗണ്ടറി, ഷീറ്റ് മെറ്റൽ, വെൽഡിങ്, സ്മിത്തി ആൻഡ് ഫിറ്റിംഗ്, വേരിയസ് ടൂൾസ് യൂസ്ഡ് ഇൻ ഈച്ച് സെഷൻസ്. അതേപോലെ തന്നെ ലെയ്ത്ത്, ഷേപ്പർ, പ്ലെയിനർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മൊഡ്യൂളിൽ, എത്രാമത്തെ മൊഡ്യൂളാണ്? 7ാമത്തെ മൊഡ്യൂളിലാണ്. 8ാമത്തെ മൊഡ്യൂൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും അതേപോലെ തന്നെ മെഷീൻ ഡിസൈനിങ്ങും ആണ്. ഡ്രോയിങ്ങിൽ തന്നെ സിമ്പൽ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ആംഗിൾ മെത്തേഡ്, പ്രോജക്ഷൻ പറയുന്നുണ്ട്, ഹൈപ്പർബോള, അതേപോലെ തന്നെ പാരബോളയുടെ എല്ലാം ഡെവലപ്മെന്റ്സ് ഓഫ് സർഫസസ് തുടങ്ങിയുള്ളത്. ആൻഡ് ഡിസൈനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഓഫ് ജോയിൻസ്, അതേപോലെ തന്നെ ഓപ്പൺ ബെൽറ്റ്, ക്രോസ് ബെൽറ്റ് തുടങ്ങിയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ കൂടിയിട്ട് ഇതിൽ പഠിക്കാനുണ്ട്. ഇതാണ് മൊഡ്യൂൾ 8. മൊഡ്യൂൾ 9 IC എഞ്ചിൻ ആൻഡ് സ്റ്റീം ബോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. സ്റ്റീം ബോയിലേഴ്സ്, വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റീം ബോയിലേഴ്സ്, അതിൻ്റെ മൗണ്ടിങ് ആക്സസറീസും അതേപോലെ തന്നെ ബോയിലർ ആക്സസറീസും വരുന്നുണ്ട്. എഞ്ചിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എഞ്ചിൻ, അത് SI എഞ്ചിൻ, CI എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒക്ടേനും സീറ്റൈൻ നമ്പർ അടക്കം. ഇതാണ് മൊഡ്യൂൾ 9. മൊഡ്യൂൾ 10 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ്. ഇവിടെ നമുക്ക് ബേസിക് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവേണിംഗ് ലോകൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൊറിയർ ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ, ഈ കാര്യങ്ങളല്ല. റെഫ്രിജറേഷൻ എത്തുകയാണെങ്കിൽ റെഫ്രിജറേഷനും ഹീറ്റ് എഞ്ചിനും അതേപോലെ തന്നെ ഹീറ്റ് പമ്പും തമ്മിലുള്ള വ്യത്യാസം, COP തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ കൂടെ തന്നെ സൈക്കോമെട്രിയും സൈക്കോമെട്രിക് ചാർട്ട് കൂടി പഠിക്കാനുണ്ട്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, അതേപോലെ തന്നെ 60 ഡേ ഒരു ക്രാഷ് കോഴ്സാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമിനും വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 60 ഡേയ്സ് ക്രാഷ് കോഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള എബവ് എല്ലാ കോഴ്സിനും നമ്മൾ ഓഫർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരൊറ്റ സിലബസ് ആണ്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. ജൂൺ 9 നമുക്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. കൂടാതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ താഴെ ഒരു രജിസ്ട്രേഷൻ ഫോമും ലിങ്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വെബിനാറിൽ കാണാം. സോ അതുവരേക്കും താങ്ക് യു.